ഡോക്ടർ ആരിഫ്, ഈ അഡ്വക്കേറ്റ് ബബിലെ സൂചിപ്പിച്ചതുപോലെ ഇതിപ്പോൾ ഈ SDPI പ്രവർത്തകർ മാത്രമല്ല, അതിൽ മെമ്പർമാർ ഒക്കെ ഉണ്ടായിരുന്നു, മറ്റു പൊളിറ്റിക്കൽ പാർട്ടിയിൽപ്പെട്ടവരുണ്ടായിരുന്നു എന്നാണ് ഈ പറയുന്നത് പോലെ. ആ വിചാരണയുടെ ഭാഗമായി ആരൊക്കെയുണ്ടോ അവരെ എല്ലാവരെയും പിടികൂടേണ്ടതല്ലേ യഥാർത്ഥത്തിൽ? അതുകൊണ്ടാണല്ലോ ഞാനിതൊരു SDPIയുടെ മാത്രം പ്രശ്നമായിട്ടല്ല ഞാൻ ഇതിനെ കാണുന്നത്. ഇത് ഈ താലിബാനിസം എന്ന് പറയുമ്പോൾ ഈ ഒരു ചിന്താഗതിയുള്ള എല്ലാവരും ഇതിനകത്ത് പ്രതികളാണ്. ആ സംഗതി അവിടെ ഇപ്പോൾ പിതാവിന്റെ വാക്കുകൾ നമ്മളിവിടെ കേട്ടു. അവിടേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ അവിടെ ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നു, ആരാന്ന് അവർക്ക് അറിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അവിടെ ഒരു കൂട്ടം ആളുകളാണ്. അപ്പോൾ അതിന് മുന്നേ മൊബൈൽ പിടിച്ചെടുക്കുന്നു, മറ്റു പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഇവർ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നേതാവ് അവരെ റെപ്രസെന്റ് ചെയ്യുന്നു, ഈ താലിബാനികളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. SDPI റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണുള്ള പ്രശ്നം. അപ്പോൾ ആ താലിബാനികളെ അതുപോലും ഇപ്പോൾ ഇവിടെ പറഞ്ഞു, അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ എന്താണ്, അവിടെ ഒരു എന്താണ് ബന്ധുക്കളാണ് എന്ന് പറഞ്ഞു. ബന്ധു ആയതുകൊണ്ട് എന്താ, താലിബാനി എന്ന് പറയുമ്പോൾ ബന്ധുക്കൾക്കാണ് അതിനകത്ത് ഫസ്റ്റ് പ്രിഫറൻസ്. കാരണം സ്വന്തം വാപ്പാക്ക് സ്വന്തം മകനെ കൊല്ലാനുള്ള അവകാശം അത് ഇസ്ലാമിലുണ്ട്. അതുതന്നെയാണ് ഈ താലിബാൻ വെച്ചു കൊടുക്കുന്നത്. ഈ കിസാസ് എന്ന് പറയുന്ന ഒരു വിഷയം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ പണിഷ്മെന്റ് അവിടെ കൊടുക്കുന്ന സമയത്ത് അവിടെ സ്വന്തം വാപ്പാക്ക് മകനെ കൊന്നതിന് കിസാസ് ഇല്ല. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ പ്രതിക്രിയാവധം എന്നൊക്കെ നമ്മൾ പറയും. ഇത് നമ്മൾ പറഞ്ഞു ചെല്ലുമ്പോൾ ഈ ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും അപകടം പിടിച്ച ഒരു കൂട്ടമാണെന്ന് ഞാൻ പറയുള്ളൂ. ഈ തരത്തിലുള്ള താലിബാനിസം നിങ്ങൾ അളന്ന് നോക്കുമ്പോൾ പിതാവിന് ഇതുപോലെ ചെയ്യാം, അതുപോലെ നിങ്ങളുടെ സ്വന്തം മാതാവിന് ഇതേപോലെ ചെയ്യാം, അതും കൂടാതെ നിങ്ങളുടെ ആങ്ങളയ്ക്ക് ഇത് ചെയ്യാം. ഇതെല്ലാം മതം തന്നെ വെച്ചു കൊടുക്കുന്ന സാധനമാണ് എന്നിരിക്കുകയാണ്. അതിനെ താലിബാനിസം എന്ന് നമ്മൾ വിളിക്കണം. അപ്പം നിങ്ങൾ പറയുമ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇത് നിങ്ങൾക്ക് മറ്റുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഹിന്ദുത്വ ഭീകരതാണോ അതല്ലെങ്കിൽ മറ്റ് സംഗതികൾ പറയാൻ കഴിയുന്നത് പോലെ ഇതിനെയും വിളിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തോ പ്രശ്നമുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ മറ്റുള്ള ആളുകൾ ഇതിനകത്ത് ഭാഗമായിട്ടുണ്ട് എന്നതിൻ്റെ അർത്ഥം ഈ താലിബാനിസം അത് SDPIയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഇതൊരു മെന്റാലിറ്റിയാണ്, ഇതൊരു കോൺഷ്യസ്നെസ് ആണ് ഈ പ്രശ്നം. ഈ താലിബാനിസം എന്ന് പറയുന്നത് അത് നിയമവാഴ്ചയെ പോലും ബൈപ്പാസ് ചെയ്യുന്ന തലത്തിലേക്ക് പോവുകയും സ്ത്രീകളെ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയ ഇരകൾ അതാരാണ്? സ്ത്രീകളാണ്. അതും ഈ ചരിത്രം തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. സ്ത്രീകളാണ്, ഈ പറയുന്ന മുസ്ലിം സ്ത്രീകൾ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇരകളായിട്ട് വരിക. അതിനല്ലേ ഇവിടെ നമ്മൾ കണ്ടത്, മുസ്ലിങ്ങളാണ് ഈ താലിബാനിസത്തിന്റെ ഏറ്റവും വലിയ ഇരകളായിട്ട് മാറുക. അതുമല്ലേ നമ്മളിവിടെ കാണുന്നത്. അപ്പൊ നമുക്കിതെല്ലാം ഈ പറയുന്ന സംഗതി സ്ഥാപിക്കുന്ന സംഗതികളായി മാറുന്നതുകൊണ്ടാണ് അത് പറഞ്ഞ ശ്രീമതി ടീച്ചറോടൊപ്പം തന്നെ നമുക്ക് നിൽക്കാൻ കഴിയുന്നതും ആ വാദം ഞാനും ഉയർത്തി വെക്കുന്നത്. അതുകൊണ്ട്